അപ്പോൾ ഗടികളെല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സുഖല്ലേ? ഞാൻ ഇന്നലെ ടോൾ പാസിലൂടെ കിടന്ന് രാവിലെ തന്നെ ഇപ്പം 2 കുളി കുളിച്ചു. കാരണം 3 ദിവസം കുളിക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് 2 കുളി കുളിച്ചു. ഡ്രസ്സുകളൊക്കെ ഇവിടെ അലക്കിയിട്ട് ഞാൻ കിടന്ന സ്ഥലത്ത് അവിടെയാണ് കേട്ടോ. നല്ല അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് ഇന്നലെ കിടന്നത് കേട്ടോ. ഇവിടെ കിടന്ന് ഇവിടെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് യാത്ര തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മളെ വല്ല രാവിലെ ഇപ്പോൾ ഡിഗ്രിക്കും കഴിച്ച് ഉഷാറായിട്ട് യാത്ര പോകുന്ന നേരിട്ട് നിൽക്കണം. ഇനി സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. എല്ലാം ഇന്നലെ ഇറക്കിയായിരുന്നു. പിന്നെ വീണ്ടും കയറ്റി സെറ്റാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുളിക്കും കഴിഞ്ഞ് ഡ്രസ്സ് ഉണങ്ങിയിട്ട് അത് ഇട്ടിട്ട് വേണം യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തുടങ്ങാണ്. അപ്പോൾ എന്തായാലും ഇനി ഗോവ ഇന്ന് ഏകദേശം ഗോവ എത്തും. ആ ലെവലിൽ പോകണം. 100 കിലോമീറ്റർ ഇല്ലതായിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. രാവിലെ ആയതുകൊണ്ട് ഒരു ഉഷാറ് കുറവ്. സംഭവം വലിയൊരു കയറ്റം കയറി ഇങ്ങനെ വന്നതാട്ടാ. പക്ഷെ നല്ലൊരു ഇറക്കം കിട്ടി. നല്ല അടിപൊളി കാഴ്ചാട്ടാ. ക്യാമറയിൽ കാണുമ്പോൾ എത്ര ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. നല്ല മലയിടുക്കിലൂടെ സെൻറ്ററിൽ കൂടെ വലിയൊരു ഹൈവേ. അടിപൊളി, നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ഇപ്പോൾ വലിയ ചൂടില്ല. അതിപ്പോൾ കുളിച്ചോണ്ടാന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും അടിപൊളി റോഡ്. അപ്പോൾ കടികളെ ഞാനേ ഇപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം വലിയൊരു കയറ്റം കയറിയിട്ടേ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഒന്ന് ഇരുന്നൊന്ന് ഇനി നോക്കിയപ്പോഴേ ഇങ്ങോട്ടും കയറ്റം തന്നെ. കയറ്റത്തോട് കയറ്റം, ഒരു രക്ഷയില്ല. നമുക്ക് ചവിട്ടാൻ പറ്റില്ല, തള്ളി തന്നെ കയറ്റണം. ഒരവസ്ഥകളേ. എന്തായാലും ഉച്ച കഴിഞ്ഞോട് കൂടി ഇന്നെന്തായാലും ഗോവ ബോർഡർ കിടക്കും. കർണാടക ഇന്ന് തീരുന്നതാണ്. ഗോവ ബോർഡർ കടന്ന് കഴിഞ്ഞ് ഇന്നെന്തായാലും ഗോവയിലൂടെ സഞ്ചരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. കയറ്റം തന്നെയാണ് കയറ്റം, അതും കാണിച്ചിട്ടാ. ഓ, നട്ടപ്പറ വെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിലൊരു മുട്ടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ബുൾസൈ അടിക്കാം. ഞാൻ എന്തായാലും മുട്ട മേടിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ബാലൻസർ മാറ്റി വെച്ചിട്ടുണ്ട് മുട്ട റോട്ടിലിട്ട് ഓംലെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലത്തെ അവസ്ഥയിലെ ചൂടും കയറ്റം. ഇനി റോഡ് പണി നടക്കണോണ്ട്, ഹൈവേയുടെ പണി നടന്നുകൊണ്ട് നിൽക്കണം ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും യാത്ര മുന്നോട്ട് പോട്ടെ അല്ലേ കിടികളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ കയറ്റൊക്കെ കയറുന്നപ്പോൾ ആകെ വിഷമിച്ചെങ്കിലും ആ കയറ്റം കഴിഞ്ഞപ്പോൾ ഇനി വലിയ ഇറക്കാണ് കേട്ടോ. ഇറക്കം മാത്രമല്ല, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ ബാക്കിലുണ്ടാ കടലാണ്. കടലെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു കടൽ കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ നിന്ന് സൂം ചെയ്യാൻ പറ്റും നോക്കട്ടെ കേട്ടോ, കാണിച്ചു തരാം.